നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂലൈ 1 മുതൽ 31 വരെ, അതായത് മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. തികച്ചും ഐശ്വര്യപൂർണമായ സ്വസ്ഥമായ ജീവിതമാണ് ചിത്തിര നക്ഷത്രജാതർക്ക് ജൂലൈ മാസത്തിൽ അനുഭവപ്പെടുന്നത്. തങ്ങളുടെ കർമ്മരംഗത്ത് വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബസുഖം, സന്താനഭാഗ്യം, ധനധാന്യ സമൃദ്ധി എന്നീ ഐശ്വര്യങ്ങൾ കൈവരുന്നു. ഉയർന്ന സ്ഥാനമാനങ്ങൾ, സന്തോഷാനുഭവങ്ങൾ, ധനലാഭം എന്നിവ കരഗതമാകുന്നതാണ്. സമ്പത്ത്, അംഗീകാരങ്ങൾ എന്നിവ തേടിയെത്തും. കൂടാതെ ജോലിസ്ഥലം മാറ്റം, പരീക്ഷാവിജയം, ജൂലൈ മാസത്തിൻ്റെ അവസാന പാദം മുതൽ നിങ്ങൾക്ക് ബന്ധുജനസുഖം, പ്രസിദ്ധി, മത്സരവിജയം എന്നിവ ഉണ്ടാകുന്നതായും തെളിയുന്നുണ്ട്. നിങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശയാത്രകൾ, തങ്ങളുടെ കർമ്മരംഗത്ത് ഉത്തരവാദിത്തമേറിയ ചുമതലകൾ എന്നിവ അനുഭവയോഗ്യം. എങ്കിലും ചെറിയ കുടുംബകലഹങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാലാഭം, ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ എന്നിവയും ഉണ്ടാകും. കച്ചവട രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പുരോഗതി, കാര്യവിജയം, പ്രിയജനാനുകൂല്യം എന്നിവ കരസ്ഥമാകുന്നതാണ്. ഈ വരുന്ന കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ കുടുംബസുഖം, നേതൃപദവികൾ, മനസ്സന്തോഷം എന്നിവയും ജോലി, കർമ്മസംബന്ധമായുള്ള ദൂരയാത്രകൾ, പ്രശസ്തി, കാർഷിക മേഖലകളിൽ നിന്നുള്ള വരുമാനം എന്നിവ ലഭിക്കുന്നതും തന്നെയുമല്ല, ചിങ്ങമാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്യോഗ കർമ്മ രംഗങ്ങളിലെ ഔന്നത്യം, സന്താന ശ്രേയസ്, ഗൃഹനിർമ്മാണം എന്നിവ ഉണ്ടാകുന്നതായാണ് തെളിയുന്നത്. ഇനി വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ജോലിയിലേക്ക് എളുപ്പം പ്രവേശിക്കുന്ന രീതിയിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ അവസരങ്ങൾക്ക് അനുകൂലമായ സമയമാണിത്. കൂടാതെ കർമ്മരംഗങ്ങളിൽ വളരെ പ്രയാസമേറിയ ചുമതലകൾ പോലും വിജയകരമായി ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ചെറിയ ആരോഗ്യപരമായ വിഷമതകൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ട്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നതിനാൽ ഭക്ഷണകാര്യങ്ങളിലും ജീവിത രീതികളിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. ധാർമ്മികമായ പ്രവൃത്തികൾ, ക്ഷേത്രദർശനങ്ങൾ തുടങ്ങിയവ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ഭവിക്കുന്നു. ഇനി കാർഷിക രംഗവുമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള ഉയർച്ച, ധനലാഭം, കാർഷിക വിളകളിൽ നിന്നുള്ള ലാഭം, കുടുംബ പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ്. നിക്ഷേപ ദ്രവ്യലാഭവും കാണുന്നുണ്ട്. കർക്കിടക മാസങ്ങളിൽ ത്വരിതഗതിയിലുള്ള സാമ്പത്തിക പുരോഗതിയാണ് നിങ്ങൾക്ക് കൈവരുന്നത്. കൂടാതെ തർക്കത്തിലായിരുന്ന കുടുംബസ്വത്ത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവിവാഹിതർക്കാകട്ടെ വിവാഹം, കുടുംബ പുരോഗതി, കീർത്തി എന്നിവ ഉണ്ടാകുന്നതാണ്. ഭൂമി ഇടപാടുകാർക്കും റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് അഭിലഷണീയമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാമെങ്കിലും അപ്രതീക്ഷിതമായ ധനനഷ്ടം, മനക്ലേശം എന്നിവ വന്നേക്കാം. അതുകൊണ്ട് ഭൂമി ഇടപാടുകാർ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ബന്ധപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് അഭികാമ്യമാണ്. ഈശ്വരാനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ
കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും മറ്റ് വിപണന മേഖലകളിൽ ഉൾപ്പെട്ടവർക്കും മാസാവസാനത്തിൽ വിവിധ തരത്തിലുള്ള നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിക്കുന്നത്. ദേഹാസ്വസ്ഥതകൾ ഇടയ്ക്കിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് ആരോഗ്യകാര്യത്തിലുള്ള അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമാണെന്ന് പറയാം. നിങ്ങൾക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ മനസ്സുഖം, കാര്യവിജയം, അന്യദേശവാസം, അത് വിനോദയാത്രയോ ജോലി കർമ്മരംഗമായോ ബന്ധുജന സന്ദർശനമായോ ആവാം. ഇനി രാഷ്ട്രീയം, സിനിമ, സാഹിത്യം, കല തുടങ്ങിയ മേഖലകളിലുള്ളവർക്കും കൈവരുന്ന സുവർണാവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന സമയമാണ്. എന്നാൽ അനാവശ്യ ചിലവുകളും ആഡംബര ഭ്രമവും ധനനഷ്ടത്തിനിടയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ നിഷ്കർഷത പുലർത്തുന്നത് ഗുണം ചെയ്യും. ഈ വരുന്ന ചിങ്ങമാസത്തിന് മുൻപായി പിതൃകർമ്മങ്ങൾ, പൂജകൾ എന്നിവ യഥാവിധി യഥാസമയം ചെയ്യുകയും മുടങ്ങിക്കിടക്കുന്നതോ പിന്നീട് ചെയ്യണമെന്ന് കരുതി വെച്ചിട്ടുള്ളതുമായ വഴിപാടുകൾ, ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ കഴിയാവുന്നതും പെട്ടെന്ന് തന്നെ നടത്തുന്നതും ഈശ്വരപ്രീതിക്കും ഗുണാനുഭവങ്ങൾക്കും ഉത്തമമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.